അവനൊരിക്കൽ കൂടി അവളെ തട്ടി വിളിച്ചുവെങ്കിലും അപ്പോഴേക്ക് അവൾ ഘാട്ടമായ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അവനൊരു നെടുവീർപ്പോടെ അവളെ കട്ടിലേക്ക് തന്നെ കിടത്തി. ശേഷം കബോർഡിൽ നിന്നൊരു നൈറ്റ് ഡ്രസ് എടുത്ത് അവളെ ധരിപ്പിച്ചു. ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും അവനിൽ എന്തൊക്കെയോ വികാരങ്ങൾ അലയടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ കണ്ണുകൾ മുറുക്കി അടച്ച് സ്വയം നിയന്ത്രിച്ചു. തന്നിൽ ഉടലെടുക്കുന്ന പല വികാരങ്ങൾക്കും അവൻ കടിഞ്ഞാണിട്ടു. ശേഷം അവളെ നന്നായിട്ടൊന്ന് മൂടി പുതച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് കയറി അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. നിമിഷങ്ങൾക്കകം അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അതുവരെ നോവിച്ച് അവളുടെ ശരീരത്തെ അവൻ പതിയെ തലോടിക്കൊണ്ടിരുന്നു. കണ്ണാ കണ്ണാ, വാതിലുറക്കും മോനെ. പുറത്തുനിന്ന് രാജേശ്വരിയുടെ ശബ്ദം കേട്ടവും ദത്തൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന്റെ കണ്ണുകൾ നേരെ ചുമരിലെ ക്ലോക്കിലേക്ക് നീണ്ടതും ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഈശ്വര, 10 മണിയോ? അവൻ ആത്മഹതം പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് തന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ നോക്കി. അവന്റെ ചൂട് പറ്റി നല്ല സുഖസുഷുപ്തിയിലായിരുന്നു തനു. അപ്പോൾ അവൻ പതിയെ അവളെ കട്ടിലേക്ക് ഇറക്കി കിടത്തി. ശേഷം പതിയെ എഴുന്നേറ്റ് അഴിഞ്ഞു പോവാറായ മുണ്ടൊന്ന് മുറുക്കി തന്നെ ഉടുത്തു. കണ്ണാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്ന് വാതിലുറക്കും മോനെ. പുറത്തുനിന്ന് വീണ്ടും രാജേശ്വരിയുടെ ശബ്ദം കേട്ടതും ആ നിലത്ത് കിടന്ന ടീഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ട് വാതിലിനരിയിലേക്ക് നടന്നു. എന്താ പച്ചി, എന്താമ്മേ? വാതിൽ തുറന്നു ടെൻഷനോടെ നിൽക്കുന്ന രാജേശ്വരിയും ശ്രീദേവിയും നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അത് നിങ്ങളെന്താ ഇതുവരെയായിട്ട് എഴുന്നേൽക്കാത്ത? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ശ്രീദേവി അവന്റെ നെറ്റിയിലും കവിളിലൊക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു. അത് ഒന്നുമില്ല അമ്മേ, രാത്രി മുഴുവൻ സ്ത്രീക്ക് നല്ല പനിയായിരുന്നു. ആൾക്ക് മെഡിസിനൊക്കെ കൊടുത്തിട്ട് കിടന്നപ്പോൾ ലേറ്റായി. അതാ രാവിലെ എഴുന്നേൽക്കാനും ലേറ്റായത്. അയ്യോ, എന്റെ കുഞ്ഞിന് എന്തു പറ്റി? അവൻ പറഞ്ഞിട്ട് രാജേശ്വരി ഞെട്ടലോടെ അകത്തേക്ക് ഓടിക്കേറി. അയ്യോ മോളെ, തനു എഴുന്നേൽക്ക്, ആരവളെ തട്ടി വിളിച്ചു. അവൾ പതിയെ ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. രാജേശ്വരി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ തോളിലേക്ക് ചായ്ച്ച കിടത്തി. അവൾ ആരെയും നോക്കാതെ അവരുടെ തോളിലേക്ക് മുഖമമർത്തി കിടന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല അപ്പച്ചി. ആരവളുടെ നെറുകയിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു. മോൾക്ക് പനിയായിട്ട് നീ എന്താ കണ്ണ, ഞങ്ങൾ ആരെയും വിളിക്കാഞ്ഞ്? അവർ തിരിഞ്ഞ് ദത്തനെ നോക്കി കുറ്റപ്പെടുത്തി. അതപ്പച്ചി, അപ്പൊ എല്ലാവരും ഉറക്കായിരുന്നില്ലേ? പിന്നെ ഞാൻ നിങ്ങളെ വെറുതെ ശല്യം ചെയ്യണമെന്ന് എഴുതി. അപ്പോഴാണ് ദത്തൻ അവിടെ നിൽക്കുന്നതെന്ന് തനു അറിയുന്നു. അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാൻ നോക്കിയെന്നുകൊണ്ട് മറുപടി പറയുന്നവനെ കണ്ടതും അവൾ വേഗം മുഖം തിരിച്ചു. സത്യത്തിൽ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തോന്നിയിരുന്നില്ല. അത്രമാത്രം അവൻ അവളിലെ പെണ്ണിനെ നോവിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എന്ത് ശല്യ കണ്ണ, ഇവരെ വിളിച്ചില്ലെന്ന് എനിക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോ നീ തനിച്ച്. അവൻ പറഞ്ഞു കേട്ട് അവരവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ കുഞ്ഞാകെ ക്ഷീണിച്ചു. രാജേശ്വരി പറഞ്ഞുകൊണ്ട് തനുവിന്റെ നെറ്റിയിലും കവിളിലൊക്കെ തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ പറഞ്ഞു കേട്ട് തനു ദത്തനെ നോക്കി. അത് പ്രതീക്ഷിച്ചെന്ന പോലെ അവനവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഓ, ഒരു പനി വന്നാണ് ഇത്രയും വലിയ കാര്യം, വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ശ്രീദേവി ഒരു പുച്ഛത്തോടെ പറഞ്ഞ മുഖം മങ്ങി. അവൾ തലകുനിച്ചിരുന്നു. രാജേശ്വരി അവളെ രൂക്ഷമായി നോക്കി. ഏടത്തേക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുത്ത് താഴേക്ക് പോയിക്കോളൂ, മോളുടെ കാര്യങ്ങൾ ഞാനും കണ്ണനും കൂടെ നോക്കിക്കോളാം. രാജേശ്വരി ഗൗരവത്തോടെ പറഞ്ഞു. ശ്രീദേവി ഇരുണ്ട മുഖത്തോടെ അവരിരുവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. കണ്ണ, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. അവർ പോയതും രാജേശ്വരി ദത്തനോടായി പറഞ്ഞു. അത് കേട്ടും ദത്തനും തന്നെ ഒരുപോലെ ഞെട്ടി. കാരണം അവരുടെ ശരീരം നിറയെ പാടുകളാണ്. ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പോയാൽ അവർ തീർച്ചയായും ബോഡി ചെക്ക് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായെന്ന ചോദ്യം വരും. അതോടെ എല്ലാവരും അറിയും. ദത്തന്റെയും തനുവിന്റെയും മനസ്സിലൂടെ ഒരുപോലെ ഈ ചിന്തകൾ കടന്നുപോയി. എന്തുകൊണ്ടോ ഇതൊന്നും മറ്റൊരാൾ അറിയാൻ തനു ആഗ്രഹിച്ചിരുന്നില്ല. അതപ്പച്ചി, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ പനിയൊക്കെ മാറി, ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തനു രാജേശ്വരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തൻ അവളെ നോക്കി. ഏയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ഇപ്പോഴത്തെ പനിയാ, നന്നായിട്ട് സൂക്ഷിക്കണം. അവർ പറഞ്ഞു. തനു ദയനീയമായി അവരെ നോക്കി. പ്ലീസ് അപ്പച്ചി, ഇപ്പൊ വേണ്ട, ഇപ്പൊ എനിക്ക് കുറവുണ്ടല്ലോ, ഇനി പനിയെങ്ങാനും വരികയാണെങ്കിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം. അവൾ ദയനീയ ശബ്ദത്തിൽ പറഞ്ഞു. രാജേശ്വരി അവളെ നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖഭാവം കണ്ടതും അവർക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. ശരി, പക്ഷെ ഇനി പനിയെങ്ങാനും കൂടിയാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടും, നോയിക്കോ. അവർ കുസൃതിയോടെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. അവരെ നോക്കുന്ന ദത്തന്റെ ചുണ്ടിലും ആ നിമിഷം ആ പുഞ്ചിരി തെളിഞ്ഞു നിന്നു. അവിടെ പിടിക്കല്ലേ അപ്പച്ചി, വേദനിക്കുന്നു. സുഖമില്ലാത്തതുകൊണ്ട് തന്നെ തനിവിന് ഉച്ച കഴിക്കാൻ കഞ്ഞിയുണ്ടെന്നതിന് ശേഷം അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയായിരുന്നു രാജേശ്വരി. അപ്പോഴാണ് അവൾ അവർ പിടിച്ചിരുന്ന തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞ്. എന്താ മോളെ, എന്താ പറ്റിയത്? അവളുടെ കരച്ചിൽ കണ്ട് അവർ ടെൻഷനോടെ ചോദിച്ചു. അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൾ ഓർത്ത്. അതപ്പച്ചി ഒന്നുമില്ല, അവൾ അവരുടെ മുഖത്ത് നോക്കാതെ പതർച്ചയോടെ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ടതും അവർക്ക് എന്തോ സംശയം തോന്നി. എവിടെ നോക്കട്ടെ. അവരവളുടെ തോണിലേക്ക് കൈ നീട്ടിയതും അവൾ ഇരുകൈകൾ കൊണ്ട് അവിടെ പൊത്തിപ്പിടിച്ചു.
അത് അവിടെ മുറിഞ്ഞിരിക്കും അപ്പച്ചി. ഞാൻ ബാത്റൂമിലൊന്ന് വീണിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കാതെ അവൾ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറയുന്ന നുണയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എവിടെ, ഇങ്ങോട്ട് കാണിച്ചേ. അവർ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ വേണ്ടുന്ന രീതിയിൽ തലയാട്ടി. തനു, അവരൊന്ന് കടുപ്പിച്ച് വിളിച്ചു. അവൾ നിറമിഴികളോട് അവരെ നോക്കി. ശേഷം തലകുനിച്ചുകൊണ്ട് തന്നെ തോളിൽ നിന്ന് കൈകൾ മാറ്റി. നൈറ്റ് ഡ്രസ്സിന്റെ പ്രസ് ബട്ടൺ അയറ്റി മാറ്റി തോളിന്റെ സൈഡിൽ നിന്ന് സ്ലീവ് ഒരു സൈഡിലേക്ക് മാറ്റി നോക്കിയതും ഒരു നിമിഷം അവിടുത്തെ കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോയി. തോളിന്റെ മധ്യഭാഗത്തായി വട്ടത്തിൽ ചുവന്ന് നിറഞ്ഞു കിടക്കുന്ന പല്ലിന്റെ പാട്. ഈശ്വര, എന്താ മോളെ ഇത്? അവർ ഞെട്ടലോട് അവളോട് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി പറയാതെ അവൾ തലകുനിച്ചിരുന്നതേ ഉള്ളൂ. നിന്നോടാ ചോദിച്ച തനു, ഇതെന്താ പറ്റിയെന്ന്? കണ്ടിട്ട് ഇതൊരു പല്ലിന്റെ പാടുപോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് എന്തോർത്തും അവരുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. അവരുടെ മനസ്സിലേക്ക് ദത്തിന്റെ മുഖം കടന്നു വന്നു. ഒന്ന് പറയുന്നുണ്ടോ മോളെ, ഇതെങ്ങനെയാ പറ്റിയെന്ന്? മനസ്സിൽ ചിന്തിച്ചൊന്നായിരിക്കില്ലേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എങ്കിലും അപ്പോഴും അവളൊന്നും മിണ്ടാ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. തനു, അവരവളുടെ തോളിൽ പിടിച്ചുകൊണ്ടൊന്നുകൂടി കടുപ്പിച്ച് വിളിച്ചതും അവൾ നിറകണ്ണുകളോടെ മുഖമുയർത്തി അവരെ നോക്കി. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. അതിന് മറുപടി അറിയാതെ അവൾ അവരുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. രാജേശ്വരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊടുത്തു. അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവരവളെ പതിയെ തന്നിൽ നടത്തി മാറ്റി. തനു, ഇനി പറയും മോളെ, എന്താ ഉണ്ടായത്? മോളുടെ ദേഹത്ത് മുഴുവൻ ഈ പാടുകൾ എങ്ങനെയാ വന്ന്? കണ്ണനാണ് മോളെ ഇങ്ങനെ? അവരവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അവൾ ദയനീയമായി അവരെ നോക്കി. അവളുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അതിന് ഉത്തരവാദി ദത്തനാണെന്ന് അവർക്ക് മനസ്സിലായി. അവരിൽ അതൊരു നടുക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. എത്രയൊക്കെ പ്രണയമാണെന്ന് പറഞ്ഞാലും ഒരാൾക്ക് തന്റെ പ്രണയത്തെ ഇങ്ങനെയൊക്കെ നോവിക്കാൻ സാധിക്കുമോ? അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുന്തോറും അവരിൽ വല്ലാത്തൊരു കുറ്റബോധം തെളിഞ്ഞു വന്നു. കാരണം ശ്രീദേവി പ്രസവിച്ചുവെങ്കിലും ദത്തനെ നോക്കി വളർത്തിയല്ല രാജേശ്വരിയായിരുന്നു. താൻ വളർത്തിയ തന്റെ കണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവരിങ്ങനെ, അവർ വിശ്വസിക്കാൻ കഴിയാതെ തന്നെ നെറ്റിയിൽ തിരുമ്മിക്കൊണ്ടിരുന്നു. എന്നാലും മോളെന്തിനാ ഇതൊക്കെ അനുവദിച്ചു കൊടുത്ത്? ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്ന അത്യാവശ്യം തന്നെയാ. പക്ഷെ അതിൽ ഭാര്യയും ഭർത്താവ് ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒരാളുടെ ഇഷ്ടം നോക്കി മറ്റാൾ കിടന്നു കൊടുക്കുകയല്ല വേണ്ടത്. നിന്റെ ദേഹം നോവിച്ചുകൊണ്ട് അവനവന്റെ ഇഷ്ടങ്ങൾ നടത്തുമ്പോൾ നിനക്ക് പ്രതികരിച്ചുകൂടായിരുന്നോ? നിനക്ക് താല്പര്യം തുറന്നു പറയാത്ത എന്തേ? ഇങ്ങനെയാണോ അവനവന്റെ പ്രണയം പൂർത്തീകരിക്കുന്നത്? രാജേശ്വരി ദേഷ്യത്തോടെ ചോദിച്ചു. എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനിത് പ്രണയമില്ലല്ലോ അപ്പച്ചി, പ്രതികാരമല്ലേ? അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു. അവർ നെറ്റി വിളിച്ചിട്ട് അവളെ നോക്കി. എന്താ മോളെ എന്തൊക്കെയാ ഈ പറയുന്നത്? പ്രണയമല്ല പ്രതികാരാണെന്നോ? അതിനുവേണ്ടി മോളെന്ത് തെറ്റവനോട് ചെയ്ത്? അവർ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവരൊരു നിമിഷം മുഖം കുനിച്ച് മൗനമായിരുന്നു. എന്താ മോളെ, എന്താണെങ്കിലും മോൾ ഈ അപ്പച്ചിയോട് പറയും. അപ്പച്ചി മോളുടെ കൂടെ തന്നെയുണ്ട്. ആരവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവളൊരു നിമിഷം അവരെ തന്നെ നോക്കിയിരുന്നു. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരോട് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതിൽ ദത്തൻ തന്നെ ഉപദ്രവിച്ചടക്കം അവൾ അവരോട് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവരൊരു നിമിഷം മരവിച്ച പോലെ ഇരുന്നു പോയി. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അവർക്ക് മനസ്സിലായത്. ഇല്ല അപ്പച്ചി, ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ മറക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാലും അവർ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ചതി അതൊരിക്കലും ഞാൻ പൊറുക്കില്ല. അതിന്റെ പ്രതികാരാണോ അവൻ ഈ പാവം പെൺകുട്ടിയോട് തീർക്കുന്നു? അവർ വല്ലാത്തൊരു വേദനയോടെ മനസ്സിൽ സ്വയം ചോദിച്ചു. എന്റെ കണ്ണൻ തന്നെയാണോ മോളോട് ഇങ്ങനെയൊക്കെ? അവർ വിശ്വസിക്കാൻ കഴിയാതെ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു. അതിന് മറുപടിയായി അവളൊന്ന് പുച്ഛിച്ചിരിച്ചു. ശേഷം തന്റെ ദേഹത്തെ നൈറ്റ് ഡ്രസ് ഊരിമാറ്റിക്കൊണ്ട് അവരെ തന്റെ ദേഹം മുഴുവൻ കാണിച്ചു കൊടുത്തു. അവളുടെ ദേഹത്ത് ഓരോ മുറിപ്പാടിലൂടെ അവരുടെ കണ്ണുകൾ പാഞ്ഞു നടന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തലക്കൈ കൊടുത്തോണ്ട് ഇരുന്നു പോയി. ഞാൻ എന്താ മോളെ നിന്നോട് പറയാ? ഇത്രയ്ക്ക് നീ ഇവിടെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. അവർ നിറകണ്ണുകളോടെ അവളോട് പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. അപ്പച്ചി വിഷമിക്കേണ്ട, ഇതൊക്കെ എൻ്റെ വിധിയാ. അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. അവൾ പറഞ്ഞു കേട്ട് അവർ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ കയ്യിൽ നിന്ന് നീ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫല നിന്നിലൂടെ അവനെ ജനിക്കുന്ന അവന്റെ കുഞ്ഞ്. ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ അവൻ നിനക്ക് പണം തന്ന്, അല്ലാതെ നിന്നെ ഉപദ്രവിക്കാനല്ലോ. എഗ്രിമെന്റ് എഴുതിയപ്പോ അങ്ങനെയൊന്നും അതിൽ ചേർത്തിട്ടില്ല. പിന്നെ എന്തുദ്ദേശത്തിലാ അവൻ നിന്റെ ദേഹം നോക്കുന്നത്? ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മോളെ. അവരിലെ രോഷം ആളി കത്തുന്നുണ്ടായിരുന്നു. അവനോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവന്റെ ഈ പ്രവൃത്തി ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു പെണ്ണിനെ ബലമായി കീഴ്പ്പെടുത്തിയതിനേക്കാൾ വലിയൊരു നീച പ്രവൃത്തി മറ്റൊന്നും തന്നെ ഇല്ലെന്ന് അവർ വിശ്വസിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പച്ചി? അയാൾക്ക് മുമ്പിൽ പിടിച്ചിരിക്കാൻ എന്നെ പോലെ നിസ്സായ ഒരു പെൺകുട്ടിക്ക് എത്ര സമയം കഴിയും?
അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു. അതിന് അവർക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ അഴിച്ചു മാറ്റിയ ഡ്രസ്സ് അവളെ ധരിപ്പിച്ചു. ശേഷം എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവരവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ചിറ്റേ. രാവിലെ തന്നെ തൻവീട് വിളി കേട്ടതും അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതി ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, എന്തിനാ നീ വിളിച്ച്? അവളുടെ അടുത്തേക്ക് ചെന്ന് കട്ടിൽ അവിടെ അരികിലായിരുന്നുകൊണ്ട് അവർ ചോദിച്ചു. ആ ചിറ്റേ, എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. ചേച്ചിക്ക് എന്താ ആപത്ത് സംഭവിച്ചു എന്നൊരു തോന്നല്. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ടെൻഷനോടെ പറഞ്ഞു. എന്താ കുഞ്ഞു ഇത്? നിന്റെ സർജറി കഴിഞ്ഞതാണെന്ന് എനിക്കറിയില്ലേ. ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല മോളെ. ആരോട് നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ചേച്ചിയോടും സംസാരിച്ചാ ഈ ടെൻഷനൊക്കെ മാറും ചിറ്റേ. പ്ലീസ് ഒന്ന് വിളിച്ചിരുവോ? അവൾ ദയനീയമായി അവർ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവരെന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അന്ന് താൻ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇതുവരെ അവളോടും സംസാരിച്ചിട്ടില്ല. ഒരുപാട് വട്ടം വിളിക്കണമെന്ന് തോന്നിയെങ്കിലും എന്തുകൊണ്ടോ അവളുടെ പ്രവൃത്തി അത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരോർത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും തന്നെ മറുപടി അറിയാനായി കാത്തിരിക്കുന്നവളെ കണ്ട് അവർക്ക് സങ്കടം തോന്നി. മോളെ വിഷമിക്കേണ്ട, ചീറ്റ വിളിച്ചു തരാം. അവർ പറഞ്ഞു. തൻവിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താങ്ക്സ് ചിറ്റേ. ആളാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ മുത്തം കൊടുത്തു. രേവതി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് തനുവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ദത്തനാകെ അസ്വസ്ഥനായിരുന്നു. ഇന്നത്തെ ദിവസം പിന്നെ തനുവിനെ അവൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. രാജേശ്വരി അവൾ അവന്റെ മുറിയിൽ നിന്നും തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തിയിരുന്നു. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവന് എതിർത്തൊന്നും പറയാനും സാധിച്ചില്ല. ഇതും കൂടി അങ്ങ് കണ്ണും കൂട്ടി കുടിച്ചേ, പനിയൊക്കെ പമ്പ കിടക്കും. കട്ടിലിൽ മുഴുവൻ ചുളിച്ചിരിക്കുന്നവളുടെ നേരെ ചുക്കും കരിപ്പൊടിയും തുളസിയിലും ഇട്ടുകൊണ്ട് അടിപൊളി ഒരു കാപ്പി നീട്ടിക്കൊണ്ട് രാജേശ്വരി പറഞ്ഞു. അവൾ വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് മുഖം തിരിച്ചിരുന്നു. എനിക്ക് വേണ്ട അപ്പച്ചി, ഇതിന് വല്ലാത്ത കയ്പാ. അവൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. രാജേശ്വരി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. തനു, വെറുതെ വാശാണിക്കായിട്ട് അങ്ങോട്ട് കുടിച്ചേ. ഇതിൽ ചുക്കും കരിപ്പൊട്ടിയും തുളസിലയും മാത്രമല്ല, ഈ അപ്പച്ചിയുടെ ഭാഗം വേറെ ഔഷധമൂല്യമുള്ള 2-3 ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കാപ്പിയായി ഇത്. ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മേല് വേദനയുടെ പൊട്ടി പോലും കാണില്ല. അതുകൊണ്ട് വേഗം അങ്ങോട്ട് കുടിച്ച്. അവർ വീണ്ടും ആ ഗ്ലാസ് അവളുടെ നേരെ നീട്ടിയതും അവൾ മനസ്സിലാ മനസ്സോടെ ആ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. കയ്പപ്പച്ചി, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അവർ കണ്ണുകൾ കൂർപ്പിച്ചു. അത് കണ്ടത് അവൾ എങ്ങനെയൊക്കെയോ അത് കുടിച്ചു തീർത്തു. അപ്പോഴാണ് ടേബിളിൽ നിന്ന് അവിടെ ഫോൺ റിംഗ് സൗണ്ട് കേട്ടത്. ആ ഫോൺ നിങ്ങൾ എടുത്തിരും അപ്പച്ചി, അവൾ പറഞ്ഞു. അവർ എഴുന്നേറ്റ് നിന്ന് ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തു. പെട്ടെന്ന് സ്ക്രീൻ സേവ് ചെയ്തിരിക്കുന്ന പേര് കണ്ടതും അവരുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. രേവതി ചിറ്റ. ഒരു നിമിഷം അവരുടെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി. അതിന്റെ അവസാനം എന്നതുപോലെ പലരുടെയും കണ്ണുനീരും നിലവിളിയും അവരുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അനുവിന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ശേഷം മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവരവളെ തിരിഞ്ഞു നോക്കി. അത് മോളുടെ ചിറ്റയാ. അവർ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. ചിറ്റയോ? ഫോണിങ് എന്നപ്പച്ചി. അവൾ അതീവ സന്തോഷത്തോടെ അവരുടെ നേരെ കൈ നീട്ടി. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ദത്തന്റെ കൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം താൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നല്ലാതെ ചിറ്റ ഒരിക്കൽ പോലും താൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായി ചിറ്റ തന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. രാജേശ്വരി അവളുടെ കയ്യിലേക്ക് ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു. ഹലോ ചിറ്റേ. കോൾ അറ്റൻഡ് ചെയ്ത് അവൾ സന്തോഷത്തോടെ വിളിച്ചതും മറുവശം ഒരു നിമിഷം നിശബ്ദമായിരുന്നു. ഹലോ ചിറ്റേ, കേൾക്കുന്നില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. മറുവശത്ത് നിന്ന് രേവതി ഒന്ന് മൂളി. എന്താ ചിറ്റ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? എന്നോട് ഇപ്പോഴും പിണക്കാണോ? അവൾ നിറകണ്ണുകളോടെ രേവതിയോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. നിനക്ക് അവിടെ സുഖാണോ? അവർ ഇടർച്ചയോടെ ചോദിച്ചു. അതിന് മറുപടിയായി അവളൊന്ന് മൂളിയേ ഉള്ളൂ. സങ്കടം കൊണ്ട് അവിടെ നെഞ്ചൊക്കെ വിങ്ങുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ കുഞ്ഞിനു വേണ്ടിയാ നിന്നെ വിളിച്ച്. എന്താ ചിറ്റേ, കുഞ്ഞിനെന്തെങ്കിലും? അവൾ പേടിയോടെ ചോദിച്ചു. അവൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. നീ പോയത് പിന്നെ അവളോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കുഞ്ഞുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഹലോ ചേച്ചി. മറുവശത്തു നിന്നും തന്റെ അനുജത്തിയുടെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം ഈ 2 ദിവസം ചിറ്റയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും ആ സമയത്ത് കുഞ്ഞു ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം ഒന്നും കേൾക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവളുടെ ശബ്ദം കേട്ടതും അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ചേച്ചിക്ക് സുഖല്ലേ? ചേച്ചി എന്താ പോയിട്ട് തന്നെ വിളിക്കാഞ്ഞേ? കുഞ്ഞുവിന്റെ പരിഭവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു. അതുമോളെ, ചേച്ചിക്ക്. അവളെന്തോ പറയാൻ തുടങ്ങിയതും കുഞ്ഞുവിന്റെ ശബ്ദം വീണ്ടും അവളുടെ ചെവിയിലേക്ക് എത്തി. ചിറ്റ പറഞ്ഞു ചേച്ചിക്ക് ഇപ്പോൾ ദൂര സ്ഥലത്താണ് ജോലിയെന്ന്. എപ്പോഴും വിളിക്കാനും വരാനൊന്നും പറ്റില്ലെന്നും പറഞ്ഞു. സാറില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവിൻ്റെ ചേച്ചിയെ. എൻ്റെ ഓപ്പറേഷനുള്ള പണത്തിന് വേണ്ടിയല്ലേ ചേച്ചിക്ക് ഇത്രയും ദൂരത്ത് പോയിട്ടൊക്കെ ജോലി ചെയ്യേണ്ടി വന്ന്. കുഞ്ഞുവിന്റെ ഇടർച്ചയോടെയുള്ള ശബ്ദം കേട്ടതും തനുവിന് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെയൊന്നുമില്ല മോളെ അതൊന്നോർത്ത് വിഷമിക്കണ്ട. അവൾ ഓരോന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു.
തന്റെ അനിയത്തിയോട് സംസാരിക്കുമ്പോഴുള്ള തനുവിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയിലേക്ക് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജേശ്വരി. ആരുടെയോ ചിരിയുമായി ആ പുഞ്ചിരിക്ക് സാമ്യം തോന്നിയതും അവർ വേദനയോടെ കണ്ണുകൾ വെട്ടിച്ചു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ ഓർമ്മകൾ തന്റെ മനസ്സ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിയതും അവരൊരു നിമിഷം ഏകാഗ്രതയോടെ ഇരുന്നുകൊണ്ട് തന്റെ മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. ഏറെക്കുറെ അതിൽ വിജയിച്ചും അവരൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തനുവിനെ നോക്കി. അവൾ അപ്പോഴും തന്റെ അനുജത്തിയോട് കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവർ പുറത്തേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.